നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ നന്മയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ നന്മയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എന്നിലേക്ക് ഇറങ്ങി വരാൻ ശക്തനായൊരു ദൈവമാണ് ഇതായി ദിവ്യകാരുണ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് അരുൾ ചെയ്ത ഈശോയെ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക്, എൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ വിശുദ്ധമായ എല്ലാ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമ്മുടെ എല്ലാ വിശുദ്ധമായ ആഗ്രഹങ്ങളും തമ്പുരാനോടെന്നതുപോലെ നമുക്ക് പറയാം. സ്വർഗം നിന്റെ കുടുംബത്തിൻ്റെ മേൽ തുറക്കപ്പെടുകയും നിന്റെ നിയോഗങ്ങളുടെ മേൽ രാജാതിരാജനായ തമ്പുരാൻ ഇറങ്ങി വരികയും ഈശോയെ, പരിശുദ്ധമ്മേ, സകല സ്വർഗീയ ദൂതന്മാരോടുകൂടെ എൻ്റെ കുടുംബാന്തരീക്ഷം മുഴുവൻ നിന്റെ സാന്നിധ്യം നിറയട്ടെ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഈ ഭൂമിയുടെ അടിമത്തങ്ങളിൽ നിന്ന്, ഈശോയെ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എല്ലാം മറന്ന് നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഉന്നതനാം യേശുവേ, ഉന്നതനാം യേശുവേ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന പുണ്യ നിമിഷങ്ങളാണ്. ഈ ലോകത്തിലേക്ക് ജീവൻ ഒഴുകിയിറങ്ങുന്നത് എവിടെ നിന്നാണ്? ജീവന്റെ ദാതാവായ ഉടയവനായ ദൈവത്തിൽ നിന്നാണ് ദൈവീക ജീവൻ ഈ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. മനുഷ്യന് ഈ ലോകത്തിൽ ഇത് അന്ധകാരം മാത്രമേ സമ്മാനിക്കാൻ സാധിക്കൂ, ദൈവം കനിഞ്ഞില്ല എങ്കിൽ. കാരണം അവൻ കാണുന്നതും കേൾക്കുന്നതും അവനെ സ്വാധീനിക്കുന്നതും ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളാണ്. അപ്പോൾ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാൻ ഒരു ദൈവ പൈതൽ ദൈവത്തിലേക്ക് നോക്കുമ്പോഴാണ് അവനിൽ നിന്ന്
ജീവൻ ഒഴുകിയിറങ്ങുകയുള്ളൂ. അപ്പം നമ്മിലൂടെ ദൈവിക ജീവൻ ഒഴുകിയിറങ്ങാൻ ജീവൻ്റെ ഉടയവനായ, ജീവൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് ആരെല്ലാം നോക്കുന്നുവോ അവരിലൂടെയെല്ലാം ദൈവിക ജീവൻ ഈ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങും. പിതാവായ ദൈവം ഈ ലോകം മുഴുവൻ്റെ മേല് ജീവന്റെ സമൃദ്ധി ഒഴുകിയിറങ്ങാൻ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഒരുവൻ പോലും നശിച്ചു പോകാൻ പാടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു വിശ്വാസി ഈ ലോകത്തിൽ ദൈവത്തിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. എന്നാൽ ലോകത്തിൽ അവൻ കാണുന്നതും കേൾക്കുന്നതും സ്വാധീനിക്കുന്നതും ലോകത്തിൻ്റെതായ കാര്യങ്ങളായി മാറുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇതാ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ, അന്ധകാരത്തെ എന്നേക്കുമായി എടുത്ത് ഉപേക്ഷിക്കണമെങ്കിൽ ദൈവം അവൻ്റെ മേൽ കരുണ ചൊരിയണം. ഇത് ചിന്തിച്ച് നോക്കിയേ, ഒരു വഞ്ചിക്ക് വെള്ളത്തിലൂടെ മാത്രമേ അത് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു വഞ്ചി കരയിൽ വെച്ചാൽ കാലാകാലത്തോളം അത് കരയിൽ അങ്ങനെ ഇരിക്കും. എന്നാൽ അത് വെള്ളത്തിലിട്ടാലോ അതിന് ചലനാത്മകമായ ശക്തിയായി അതിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ അത് മനുഷ്യന് ഉപകാരപ്രദമായി മാറുന്നു. അപ്പോൾ വെള്ളത്തിലൂടെ അല്ലാതെ ഒരു വഞ്ചിയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന വഞ്ചിയിൽ വെള്ളം കയറുന്ന ഒരു സുഷിരമുണ്ടായാലോ അത് വെള്ളത്തിൽ മുങ്ങിത്താഴും. വെള്ളമേതാ വഞ്ചി ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അത് ഇതാ വെള്ളത്തിൽ മുങ്ങിത്താണ് അത് ഉപയോഗശൂന്യമായി മാറുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെതല്ലാതായി ജീവിക്കണമെങ്കിൽ ദൈവം നമ്മെ കൃപ കൊണ്ട് പൊതിയണം. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, ഈ ലോകത്തിലേക്ക് ജീവൻ തരാൻ കടന്നു വന്ന തമ്പുരാൻ ലോകത്തിൻ്റെ മുമ്പിൽ അസന്നിഗ്ധമായിട്ട് അവൻ പറയുകയാണ്, ഇതാ ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വചനം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, അവൻ വീണ്ടും പറഞ്ഞു, എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ജീവന്റെ സമൃദ്ധി ഉണ്ടാകും. ഈശോയിൽ നിന്ന് കേൾക്കുന്ന ശിഷ്യന്മാര് പലരും അവനെ ഉപേക്ഷിച്ചു പോയി എന്നാണ് ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് ഒരിക്കൽ പോലും അവനെ അനുഗമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ വചനം കഠിനമാണ്, ആർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന മനോഭാവത്തോടെ പിന്നീട് ഒരിക്കൽ പോലും അവനെ പിന്തുടരാതെ അവനെ വിട്ട് അവർ കടന്നുപോയി. ഇങ്ങനെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരോടായി ഈശോ ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളും പോകുന്നുവോ? ശിഷ്യപ്രമുഖനായ പത്രോസ് ഉത്തരം പറയുന്നത് ഇപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം വചനം, ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ കയ്യിലാണുള്ളത്. നീയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുന്നവൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ദൈവിക ജീവനിൽ പങ്കുപറ്റി അവൻ്റെ ജീവിതം ദൈവത്തോടൊത്ത് ജീവിക്കാൻ തുടങ്ങും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മെ ജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവം, നിന്റെ പാദാന്തികത്തിൽ ഇതാ നിന്നോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഒരു സമരിയാക്കാരിയെ കാത്ത് ഇതാ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ കാത്തിരിക്കുക.
ആ കാത്തിരിക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ ആ സമരിയക്കാരി സ്ത്രീ അല്പം സമയം ചെലവഴിക്കാൻ തയ്യാറായപ്പോൾ ജീവൻ കൊണ്ട് അവൾ നിറഞ്ഞു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, അവൾ കടന്നു വന്ന വ്യക്തിത്വമായിട്ടല്ല അവിടെ നിന്നും അവൾ കടന്നു പോകുന്നത്. ഈശോ അവളോട് പറയുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഞാൻ നൽകുന്ന ജലം, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ ഈശോ തരുന്ന ജീവന്റെ ജലം യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് കുടിച്ച സമരിയക്കാരിയെ നമുക്ക് കാണാൻ സാധിക്കുക. അവൾ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവന്റെ സമൃദ്ധി അനേകരിലേക്ക് ചൊരിയുന്ന ജീവിതമായിട്ട് മാറുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുവിൻ. അപ്പോൾ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ വേദനകളും നമ്മൾ അനുഭവിക്കുന്ന സമസ്ത പ്രശ്നങ്ങളും ഈശോയ്ക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുമ്പോൾ ജീവൻ്റെ തുടിപ്പ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് പ്രശ്നത്തിനും പുത്രനിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ജീവന്റെ സമൃദ്ധി നിന്നിലേക്ക് ഒഴുകും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈശോയെ അറിയേണ്ടതുപോലെ അറിയാൻ ഒരു ദൈവ പൈതൽ വില കൊടുക്കുമ്പോൾ ജീവന്റെ സമൃദ്ധി അവനിലൂടെ ഒഴുകിയിറങ്ങുകയാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജീവൻ ഏറ്റുവാങ്ങി ഒരു പ്രാർത്ഥനയെ പോലെ ഈ ലോകത്തിൽ പാറിപ്പറി നടന്ന മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് 300-ൽ പരം വിശുദ്ധാത്മാക്കളെ ലോകത്തിന് സമ്മാനിക്കാൻ സാധിക്കുമാറ് ജീവന്റെ സമൃദ്ധിയാൽ അവൾ നിറഞ്ഞു. അപ്പോൾ നീ ദൈവിക ജീവൻ കൊണ്ട് നിറഞ്ഞാൽ നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നീ ഇടപെടുന്ന സകലരും ജീവനിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ സാക്ഷികളായി മാറാൻ നമ്മുടെ ജീവിതം മാറുകയാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയേ. അവൻ ഈ ലോകത്തിലേക്ക് ജീവനൊഴുക്കാൻ പീലാത്തോസിന്റെ അരമനയുടെ അകത്തളങ്ങളിൽ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി. ഗെത്സേമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. ഗാഗുൽത്തായുടെ വെരിമാറില് ബലിയായി തന്നെ നൽകി. കുരിശിൽ കടന്ന് പിടഞ്ഞ് മരിച്ച് ഈ ലോകത്തിലേക്ക് ജീവനൊഴുക്കി. പീലാത്തോസിന്റെ അരമനയുടെ അകത്തളങ്ങളിൽ പ്രഹരമേൽക്കുമ്പോൾ, പരിഹാസങ്ങൾ ഏൽക്കുമ്പോൾ, നിന്ദനങ്ങൾ ഏൽക്കുമ്പോൾ അവിടത്തേക്കറിയാം തന്നെ പരിഹസിക്കുന്നവരുടെയും തന്നെ പ്രഹരിക്കുന്നവരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാനിത് ഏറ്റുവാങ്ങുന്ന വലിയ വെളിച്ചമാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, അവനെ കുത്തി മുറിവേൽപ്പിച്ചവർ പോലും അവനെ നോക്കി നിൽക്കുന്ന രീതിയിൽ ജീവന്റെ സമൃദ്ധി അവനിലൂടെ ഒഴുകിയിറങ്ങി. ശതാധിപൻ അവന്റെ പാടുപീടുകൾക്ക് തുടക്കം മുതൽ അവസാനം വരെ സാക്ഷ്യം വഹിച്ച മനുഷ്യൻ ഈ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. ദൈവത്തിനല്ലാതെ ഇതുപോലെ സഹിക്കാൻ, ഇതുപോലെ ജീവിതത്തിൽ നിലകൊള്ളാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ശതാധിപനാണ് ലോകത്തോട് വിളിച്ചു പറയുക, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മെ അന്ധകാരമാക്കുന്ന എല്ലാം ഈശോയുടെ പാദാന്തികത്തിൽ വെച്ച് ഈശോ തരുന്ന ജീവൻ, ഈശോ തരുന്ന കൃപ ഏറ്റുവാങ്ങാൻ ദൈവം നമ്മെ മാടി വിളിക്കുകയാണ്. അപ്പോൾ ഒരു ദൈവ പൈതൽ അവൻ്റെ ഭാരങ്ങളും നൊമ്പരങ്ങളും
ഈശോയ്ക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുമ്പോൾ അവൻ പോലും അറിയാതെ ജീവന്റെ സമൃദ്ധി അവനിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണ ഇതാ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ്. ഈശോയുടെ ജീവൻ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇതാ ഒഴുകിയിറങ്ങാൻ ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് ദാഹിക്കാം. ദാഹാർദ്ധരെ വരുവിൻ, നിങ്ങൾ എന്നിൽ നിന്ന് കുടിക്കുവിനെന്ന് അരുൾ ചെയ്ത ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് തമ്പുരാന് കൊടുക്കാം. 2 കരങ്ങളും നമുക്ക് ദിവികാരുണ്യത്തിലേക്ക് നീട്ടാം. ഈ ദിവികാരുണ്യത്തിൽ നിന്ന് എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ സ്നേഹമായി, സൗഖ്യമായി, വിടുതലായി ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ കുടുംബത്തിൽ നിറയട്ടെ കർത്താവേ. നീ വിഭാവനം ചെയ്ത കുടുംബമായി മാറാൻ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ഇരടിയോട് ചേർന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് വീണ്ടും നോക്കി ഈശോ കുരിശിൽ കടന്ന് പിടഞ്ഞ് മരിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പസ്തോലന്മാര് ഈശോയ്ക്ക് വേണ്ടി ത്യാഗങ്ങളേറ്റ് സഹനങ്ങളേറ്റ് ഇല്ലാതാകുമ്പോൾ അവരുടെ മുമ്പിൽ ഈശോയുടെ മുഖം മാത്രമേ ഉള്ളൂ. ആദിമസഭ ഇതാ ജീവിതത്തിൽ സഹനങ്ങളും നൊമ്പരങ്ങളും ഏറ്റുവാങ്ങി ഈശോയുടെ സാക്ഷിയായി നിലകൊള്ളുമ്പോൾ അപ്പസ്തോലന്മാരുടെ ധീരോചിതമായ മാതൃക അവരുടെ മുമ്പിലുണ്ട്. ഈശോയുടെ ധീരോചിതമായ ജീവിതം അവരുടെ കൺമുമ്പിലുണ്ട്. ഈശോയിലേക്ക് നോക്കി, അപ്പസ്തോലന്മാരിലേക്ക് നോക്കി ആദിമസഭ ഇതാ സാക്ഷിയായി മാറിയതുപോലെ എന്നെയും സാക്ഷിയാക്കണമേ, ജീവന്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. എല്ലാം നമുക്ക് മറക്കാം. നീ ഒരു അനുഗ്രഹമാണ്. നിന്റെ കുടുംബത്തിൻ്റെ മേല്, നിന്റെ ദേശത്തിൻ്റെ മേല്, നീ ഇടപഴകുന്ന സകല മക്കളുടെ മേല് നീ ഒരു അനുഗ്രഹമാണ്. കർത്താവേ, അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ഏതെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. നിന്റെ പരിഹാര ബലിയുടെ ആനന്ദ യോഗ്യത എന്നിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം നമുക്ക് ഓടി പൂർത്തിയാക്കാം. ഓർക്കുക, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം. ഇന്നൊരു ദൈവവൈതൽ ദൈവത്തിൻ്റെ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അനേകരുടെ വീരോചിതമായ ജീവിതം നിനക്ക് കരുത്ത് പകരാൻ സാക്ഷ്യമായി നിൽക്കുകയാണ്. വിശുദ്ധാത്മാക്കളുടെ രക്തം ചിന്തി മരിച്ച രക്തസാക്ഷികളുടെ ഈശോയുടെ വീരോചിതമായ ജീവിത മാതൃക, അപ്പസ്തോലന്മാരുടെ ജീവിത സാക്ഷ്യം ഇതാ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ
നമ്മെ വിഷമിപ്പിക്കുന്ന രോഗവും പാപവും ഭാരങ്ങളും കർത്താവിന് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ നമുക്ക് കരങ്ങൾ ഉയർത്താം. ഈശോയെ, എന്നെ അടിമപ്പെടുത്തുന്നതെല്ലാം ഇതാ ഞാൻ സമർപ്പിക്കുന്ന ദൈവമേ, നിന്റെ ജീവൻ ഏറ്റുവാങ്ങാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഒരു പുതു സൃഷ്ടിയാക്കി എന്നെ മാറ്റണമേ. ജീവന്റെ സമൃദ്ധി എന്നിൽ ഒഴുകട്ടെ. ഒരു പുതിയ വെളിച്ചം എനിക്ക് നൽകണമേ. ഒരു പുതു ജീവിതം എനിക്ക് നൽകണമേ. എല്ലാം നൽകി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണക്കടലായ ദൈവമേ, നിന്റെ സ്നേഹം എന്നിൽ നിറയട്ടെ. നിന്റെ സാന്നിധ്യം എന്നിൽ നിറയട്ടെ. നിന്റെ മഹത്വം എന്നിൽ നിറയട്ടെ. നിന്റെ അഭിഷേകം എന്നിൽ നിറയട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തി എന്നിൽ നിറയട്ടെ. എല്ലാം മറന്ന് സ്തുതിച്ചേ, എല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ചേ. നിന്റെ വേദനകള്, ഭാരങ്ങള്, നൊമ്പരങ്ങള്, നിന്റെ പ്രിയപ്പെട്ടവർ നിനക്ക് സമ്മാനിക്കുന്ന വേദനകള് എല്ലാം തമ്പുരാനോടെന്നതുപോലെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈശോയെ ആരാധന, 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 ആരാധന. കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. എല്ലാം മറന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ, നിന്റെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നു, എന്നെ അങ്ങ് തൊടണമേന്ന് എല്ലാം മറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എന്നിലേക്ക് ഈശോയെ കടന്നു വരണമേന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ച്, ഇത് പ്രതിസന്ധിയുമായിട്ടാണ് നീ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. കർത്താവ് ഇതാ നിന്നിലേക്ക് കടന്നു വരികയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 2-ാം വചനം, ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഈശോയെ, നിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു പുതിയ അഭിഷേകം ഈ കാലഘട്ടത്തിൽ നിന്റെ സാക്ഷിയായി മാറാൻ ആവശ്യമായ സ്നേഹത്തിൻ്റെ അഭിഷേകം, സ്നേഹമായ ഈശോയെ എന്നിലേക്ക് ഒഴുകട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹമേന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എൻ സ്നേഹമേ, 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 എൻ സ്നേഹമേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വചനം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഹൃദയം, മനസ്സ്, ആത്മാവ്, ശരീരം, ചിന്തകൾ, ഭാവനകൾ ദൈവിക ജീവൻ കൊണ്ട് നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ജീവന്റെ സമർത്ഥ്യനിൽ ഒഴുകട്ടെ കർത്താവേ. നിന്റെ ജീവനിൽ പങ്കുവറ്റി ജീവിക്കാൻ ശിഷ്ടകാല ജീവിതം മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ആശീർവദിക്കണേ, അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യന് നീ മോചനമേകി.
സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. ആരാധന 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 ആരാധന